ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യജാലത്തിലേക്ക് സ്വാഗതം. അനസ്തേഷ്യ എന്ന വാക്ക് എല്ലാവർക്കും പരിചിതമാണ്. നമ്മളെല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു എമർജൻസി മാനേജ്മെന്റിൽ അനസ്തേഷ്യയുടെ പങ്ക് എന്താണ്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനെ ചുറ്റിപ്പറ്റി അറിയേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഇതിനെക്കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യാനായി എത്തിയിരിക്കുന്നത് എറണാകുളം ഇടപ്പള്ളി MAJ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ സിജു എ ജോസഫ് ആണ്. ആരോഗ്യജാലത്തിലേക്ക് സ്വാഗതം സർ. പൊതുവെ അനസ്തേഷ്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു രോഗിക്ക് നമ്മൾ ഓപ്പറേഷന് വേണ്ടി അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി ഒരുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അനസ്തേഷ്യ കൊടുക്കേണ്ടത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്? ഒരു സർജറിയിൽ അനസ്തേഷ്യയുടെ റോള് എന്തൊക്കെയാണ്? അനസ്തേഷ്യ മോഡേൺ മെഡിസിൻ്റെ ഒരു യങ് സ്പെഷ്യാലിറ്റിയാണ്. വേൾഡ് വൈഡ് നോക്കുമ്പോഴത്തേക്ക് 1846 ഒക്ടോബർ 16 ആണ് ഫസ്റ്റ് സക്സസ്ഫുൾ പബ്ലിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് അനസ്തേഷ്യ നടത്തുന്നത്. അത് US വെച്ചായിരുന്നു. പക്ഷെ അതിന് വളരെ മുമ്പ് തന്നെ സർജറി ചെയ്തുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ സുശ്രുത വേദിക് ടൈംസിൽ തന്നെ പല പല സർജറീസ് ചെയ്യണ നമ്മുടെ ബുക്സിലെല്ലാം റെക്കോർഡഡാണ്. ആ കാലത്ത് അനസ്തേഷ്യ ഇല്ലാത്ത കാരണം കൊണ്ട് സർജറിയുടെ സമയത്ത് മോർട്ടാലിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. സർജറി മാത്രം കൊണ്ടല്ല, ആൾക്കാർ സർജറിയുടെ പെയിൻ കൺട്രോൾ ചെയ്യാത്ത കാരണം പെയിൻ കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഹൃദയസ്തംഭനം വന്ന് മരണപ്പെടുമായിരുന്നു. അപ്പോൾ പണ്ട് കാലം തൊട്ട് തന്നെ ഈ ഒരു ആസ്പെക്റ്റ് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യും എന്നുള്ള പല ഡോക്ടേഴ്സും സയൻറ്റിസ്റ്റുകളും ഇങ്ങനെ റിസർച്ച് നടക്കേണ്ടായിരുന്നു. അങ്ങനെയാണ് ന്യൂ ഡ്രഗ്സും ഏജൻസും കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ 21st സെഞ്ച്വറിയിൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയാണ്. സെപ്പറേറ്റ്ലി ട്രെയിൻ ഡോക്ടേഴ്സ് ഉണ്ട് അതിന്. അങ്ങനെ ട്രെയിനിങ്ങും സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയും പുതിയ മെഡിക്കൽ ടെക്നോളജീസ്, പുതിയ മെഡിക്കൽ ഡ്രഗ്സ് വന്നതോടെ അനസ്തേഷ്യ ഹാസ് ബിക്കം വെരി സേഫ്. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പം നമ്പർ ഓഫ് സർജറീസ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. എന്നാലും സർജറി സംബന്ധമായ മോർട്ടാലിറ്റി അതുപോലെ തന്നെ അതർ കോംപ്ലിക്കേഷൻസ് അനസ്തേഷ്യയുടെ റോള് കാരണം കൊണ്ട് ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏത് പേഷ്യൻറ്റിനും ധൈര്യപൂർവ്വം ഏത് സർജറിക്കും മുമ്പോട്ട് പോവാം. അനസ്തേഷ്യ എന്ന വാക്കിനെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സർ. എന്നാൽ എന്താണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്? ഒരു രോഗിയുടെ എമർജൻസി കെയറിൽ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ സർജറിയുടെ സമയത്ത് ഒരു അനസ്തെറ്റിസ്റ്റിൻ്റെ റോൾ എന്തൊക്കെയാണ്? അനസ്തേഷ്യ വാക്ക് തന്നെ വന്നത് ഒരു ഗ്രീക്ക് ടേമാണ്. അനസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, തെസിസ് എന്ന് പറഞ്ഞാൽ സെൻസേഷൻ. അപ്പോൾ സെൻസേഷൻ ഇല്ലാണ്ടാക്കുക. ബ്രോഡ്ലി ഞങ്ങൾ അനസ്തേഷ്യനെ 2 കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ എന്ന് വിളിക്കുന്നത്. ജനറൽ അനസ്തേഷ്യയിലാണ് നമ്മൾ പേഷ്യൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ബോധം കളഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നതാണ് ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യയുടെ സമയത്ത് നമ്മൾ ആക്ച്വലി ഒരു പേഷ്യൻറ്റിന് 3 കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഒന്ന് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, രണ്ടാമത്തെ പെയിൻലെസ് സ്റ്റേറ്റ് ആൻഡ് മൂന്നാമത്തെ മസിൽ റിലാക്സേഷൻ. അപ്പോൾ ഇതുകൊണ്ട് 2 ഉദ്ദേശങ്ങളാണ് നമുക്ക് നടക്കണം. ഒന്ന്, രോഗി ഓപ്പറേഷനെ പറ്റിയുള്ള വേദനകളോ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ ഒന്നും അറിയാനുള്ള. 2, സർജന് ഒരു നല്ല കംഫർട്ടബിൾ വർക്ക് അറ്റ്മോസ്ഫിയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. സോ മസിൽ റിലാക്സേഷൻ കൊടുക്കുന്ന കാരണം കൊണ്ട് സർജന് ഈസി ആയിട്ട് ഇൻസിഷൻ ഇടാം, ഏത് ഓർഗനിലോട്ടും ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാം വിത്തൗട്ട് കോസിങ് ഇഞ്ചുറി ടു സറൗണ്ടിങ്. ഇതാണ് ജനറൽ അനസ്തേഷ്യയിൽ ചെയ്യണത്. ജനറൽ അനസ്തേഷ്യയിൽ ശരിക്കും ഒരു 3 ഫേസസ് ഉണ്ട്. സോ പേഷ്യൻ്റ് പ്രിപ്പയർഡായി ഓപ്പറേഷന് വേണ്ടി
അത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പ്രീ അനസ്തീഷ്യ ചെക്കപ്പ് എന്ന് പറഞ്ഞൊരു ഫുൾ ചെക്കപ്പ് നടത്തും. അങ്ങനെ പേഷ്യൻ്റ് ഫിറ്റായിട്ട് സർജറി ടേബിളിൽ പേഷ്യൻ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആദ്യം ഞങ്ങൾ ചെയ്യണത് ഫസ്റ്റ് ആസ്പെക്റ്റ് ഈ പേഷ്യൻ്റെ കോൺഷ്യസ്നെസ് കളയുകയാണ്. അതിന് നമുക്ക് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്. ആ ഡ്രഗാണ് നമ്മൾ ശരിക്കും ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്നത്. ആ ഡ്രഗ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ പേഷ്യൻ്റെ കോൺഷ്യസ്നെസ് ഫുള്ളി പോകുന്നു. ഈ സമയത്ത് പേഷ്യൻ്റെ റെസ്പിറേഷൻ, സ്വന്തമായിട്ടുള്ള ബ്രീത്ത് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും. അത് കാരണം കൊണ്ട് ഞങ്ങൾ ലങ്സിലോട്ട് ഒരു ട്യൂബ് ഇടുന്നു. ആ ട്യൂബ് ഇടുന്ന പ്രക്രിയയാണ് നമ്മൾ എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ എന്ന് പറയുന്നത്. ഇത് ഇൻറ്റുബേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ അനസ്തീഷ്യ മെഷീനിലോട്ട് ഈ പേഷ്യൻറ്റിനെ കണക്ട് ചെയ്തിട്ട് പേഷ്യൻ്റെ ബ്രീത്തിങ് കംപ്ലീറ്റ് പിന്നെ അനസ്തറ്റിസ്റ്റ് ഏറ്റെടുക്കുക. ഇപ്പോൾ മോഡേൺ വെന്റിലേറ്റേഴ്സ് ഉണ്ട് അനസ്തീഷ്യ മെഷീനിലോട്ട്. അപ്പോൾ അത് കാരണം ഇപ്പോൾ വെന്റിലേറ്റർ തന്നെ ആ സമയത്ത് പേഷ്യൻ്റെ ബ്രീത്തിങ് നോക്കിക്കോളും. ഇത് കഴിയുമ്പോഴാണ് നെക്സ്റ്റ് ആക്സെപ്റ്റ് നമ്മൾ മസിൽ റിലാക്സേഷനും പെയിൻ കുറക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസ് കൊടുക്കും. ഈ പോയിന്റ് എത്തുമ്പോഴാണ് പേഷ്യൻറ്റ് ബിക്കംസ് റെഡി ഫോർ സ്റ്റാർട്ടിങ് ഓഫ് സർജറി. അത് കഴിഞ്ഞിട്ട് സർജറിയുടെ സമയത്ത് സർജറിയുടെ അതായിട്ടുള്ള കുറേ പ്രോബ്ലംസ് വരും. ബ്ലീഡിങ് വരും, അതുപോലെ തന്നെ ചില നെർവ്സിന് പിടിക്കുമ്പോഴത്തേക്ക് ഹാർട്ടിലും ലങ്സിലൊക്കെ ചേഞ്ചസ് വരും. ഇതെല്ലാം ഞങ്ങൾ ആ സമയത്ത് അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഇതെല്ലാം തക്കതായ ആ സമയങ്ങളിൽ മെഡിസിൻസും അതുപോലെ തന്നെ അത് ഇൻ്റർവെൻഷൻസ് വെച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സേഫായിട്ട് സർജറി തീരുവാണ്. സർജൻ തിരിച്ച് എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓഫ് അനസ്തീഷ്യ റിവേഴ്സൽ ഫേസിലോട്ട് ഞങ്ങൾ കിടക്കുന്നത്. റിവേഴ്സൽ ഫേസിലാണ് ഈ കൊടുത്ത സാധനങ്ങൾ നമ്മൾ തിരിച്ചെടുക്കുക. ലോസ് ഓഫ് കോൺഷ്യസ്നെസ് പതുക്കെ നമ്മൾ അനസ്തറ്റിക് ഡ്രഗ്സ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പേഷ്യൻ്റെ കോൺഷ്യസ്നെസ് തിരിച്ചു വരുന്നു. മസിൽ റിലാക്സേഷന് തിരിച്ച് മസിൽ പവർ ഗെയിൻ ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക മരുന്നുണ്ട്, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ തിരിച്ച് മസിൽ പവർ വരും. അപ്പോൾ ബ്രീത്തിങ് നോർമലൈസ് ചെയ്യും. ഈ പോയിന്റിൽ വെച്ച് ഞങ്ങൾ ആ ലങ്ങിലിട്ട് ട്യൂബ് തിരിച്ചെടുക്കും. സോ പേഷ്യൻറ്റ് ബ്രീത്ത്സ് ബൈ ഹിംസെൽഫ്. പെയിൻ നമുക്കിനി പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരിയഡിലും പെയിൻ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. സോ ദാറ്റ് കണ്ടിന്യൂസ്. അങ്ങനെയാണ് തിരിച്ച് പേഷ്യൻ്റ് അനസ്തീഷ്യയിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലോട്ട് വരുന്നത്. ജനറൽ അനസ്തീഷ്യ എല്ലാ ചെറിയ പ്രോബ്ലംസും വരാം. ബിക്കോസ് നമ്മൾ ഈ ഓർഗൻസ് എല്ലാത്തിൻ്റെ പ്രവർത്തനം നമ്മൾ തന്നെ ഏറ്റെടുക്കുന്ന കാരണം കൊണ്ട് അതിൽ കോംപ്ലിക്കേഷൻസ് വരാം. പക്ഷേ കുറേ സർജറീസ് ജനറൽ അനസ്തീഷ്യ കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ നമ്മുടെ എക്സ്ട്രീമിറ്റീസ് ഉള്ള സർജറീസ്, ഫോർ എക്സാമ്പിൾ കാലിൽ ഒരു ഒരു ഫ്രാക്ചർ വന്ന് അത് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു സർജറി ചെയ്യണം, ഇതിനൊക്കെ ലോക്കലായിട്ടുള്ള നമുക്ക് അനസ്തീഷ്യ കൊടുക്കാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ഒന്നെങ്കിൽ അത് സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയും, അല്ലെങ്കിൽ റീജിയണൽ നെർവ് ബ്ലോക്സ് എന്ന് പറയും. സ്പൈനൽ അനസ്തീഷ്യയിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അവിടെ നെർവ്സ് ഉണ്ട്. ഈ നെർവ്സിലോട്ട് നമ്മൾ ഒരു ലോക്കൽ അനസ്തറ്റിക് എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യും. അങ്ങനെ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ലെവലിൻ്റെ താഴത്തോട്ടുള്ള ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മരവിക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു സെൻസേഷനും ഉണ്ടാവില്ല. അടുത്ത മസിൽസ് കംപ്ലീറ്റ് റിലാക്സ്ഡ് ആയിരിക്കും. ഇത് 3-4 hours ഇതിൻ്റെ ലോക്കൽ അനസ്തറ്റിക് നിൽക്കും. അപ്പോൾ അത്ര നേരം വരെ നമുക്ക് സർജറി സേഫായിട്ട് പെർഫോം ചെയ്യാം. എന്നാൽ വളരെ ചെറിയൊരു സർജറി ആണെങ്കിൽ ആ ഭാഗത്ത് മാത്രം ഈ ലോക്കൽ അനസ്തറ്റിക് ഇഞ്ചെക്റ്റ് ചെയ്തുകൊണ്ടും നമുക്ക് സർജറി ചെയ്യാം. ഇതിനെയാണ് ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുന്നത്. സോ കോംപ്ലിക്കേഷൻസ് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് റീജിയണൽ അനസ്തീഷ്യ ഇസ് മച്ച് സേഫർ ദാൻ ജനറൽ അനസ്തീഷ്യ. പക്ഷേ ചില സിറ്റുവേഷൻ, ചില സർജറീസിന് നമുക്ക് ജനറൽ അനസ്തീഷ്യ തന്നെ കൊടുത്ത് മതിയാവും. സർ, പലപ്പോഴും ഒരു രോഗി ഓപ്പറേഷന് അല്ലെങ്കിൽ ഒരു മേജർ സർജറിക്ക് ഒരുങ്ങുന്ന പോലെ തന്നെ രോഗിയുടെ ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുക്കുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് സാർ ഇപ്പോൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു രോഗി എങ്ങനെയൊക്കെയാണ് ഒരു അനസ്തേഷ്യ സ്വീകരിക്കാനായി ഒരുങ്ങേണ്ടത്? ശരിക്കും പേഷ്യൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സർജറിയിലും അനസ്തേഷ്യയിലും. സോ നമ്മൾ അനസ്തേഷ്യ കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല ഓർഗൻസിൻ്റെ ഫങ്ഷനിൽ കുറേ എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അത് കാരണം കൊണ്ട് ഒരു ഒപ്റ്റിമൽ പേഷ്യൻ്റ് ആയിരിക്കണം എപ്പോഴും സർജറിക്ക് വരേണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒപ്റ്റിമൽ പേഷ്യൻ്റ് എന്ന് പറയുന്നത്? നമ്മുടെ എല്ലാ മിക്ക പേഷ്യൻസിനും വേറെ ഏതെങ്കിലുമൊക്കെ ആയിട്ടുള്ള അസുഖങ്ങളുണ്ടാവും. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ചിലവർക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാവും. ഈ ഡിസീസസ് എല്ലാം അനസ്തീഷ്യനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലുമുള്ള കോമോർബിഡ് ഡിസീസസ് എന്താണെന്ന് അത് ഡയഗ്നോസ് ചെയ്യണം. അല്ലെങ്കിൽ ഓൾറെഡി ഈ ഡിസീസ് ഉണ്ടെന്ന് പേഷ്യൻ്റ് അറിയാമെങ്കിൽ ഇതിൻ്റെ ഒപ്റ്റിമൽ കെയറിലോട്ട് നമ്മൾ എത്തണം. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഞങ്ങൾ അനസ്തീഷ്യ ചെക്കപ്പിന് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ പറയും ഓക്കെ ഈ ഡ്രഗ്സ് നിങ്ങൾക്ക് തുടർന്നോളൂ. കൺട്രോൾഡ് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ബി പിയും നല്ല കൺട്രോളിലിരിക്കണം എപ്പോഴും സർജറി അനസ്തീഷ്യയുടെ സമയത്ത്. അപ്പോൾ ബി പിയുടെ മെഡിസിൻസ് അതിനനുസരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഹാർട്ട് ഡിസീസ് ഉള്ളവർക്കാണ് നമ്മൾ കൂടുതലും സൂക്ഷിക്കേണ്ടത്. ബിക്കോസ് നമ്മുടെ അനസ്തെറ്റിക് ഡ്രഗ്സ് എല്ലാം ഹാർട്ടിനെ ബാധിക്കുന്ന ഡ്രഗ്സാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഒന്നെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വിടും. അനസ്തീഷ്യയുടെ മുമ്പ് ECG, എക്കോ അങ്ങനത്തെ ടെസ്റ്റ് എടുത്ത് ഹാർട്ടിൻ്റെ കണ്ടീഷൻ നമ്മൾ അസസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും അനസ്തീഷ്യ പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ പേഷ്യൻറ്റിന് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ എപ്പോഴും അനസ്തെറ്റിസ്റ്റിനെ കാണുമ്പോഴത്തേക്ക് പുള്ളിയുടെ എല്ലാ മെഡിക്കൽ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് അനസ്തെറ്റിസ്റ്റിന് കൊടുക്കണം. ചില പേഷ്യൻ്റ് വിചാരിക്കും എൻ്റെ ഈ അസുഖം ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ പേഷ്യൻ്റ് അത് പറയില്ല. പക്ഷേ അത് പേഷ്യൻ്റ് ഡിസൈഡ് ചെയ്യരുത്. എവറിത്തിങ് ആൻഡ് എനിത്തിങ് ഷുഡ് ബി ടോൾഡ് ടു ദ അനസ്തെറ്റിസ്റ്റ്. അതുപോലെ തന്നെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രത്യേക അസുഖങ്ങളുണ്ടെങ്കിൽ ഫാമിലിയിൽ അനസ്തീഷ്യ സർജറിയുടെ സമയത്ത് എന്തെങ്കിലും ഡെത്ത് അങ്ങനെ കോംപ്ലിക്കേഷൻസ് നടത്തുന്നു അതും ഇമ്പോർട്ടൻ്റ്. ബിക്കോസ് ചില ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് വേർ അനസ്തീഷ്യ മേ കോസ് ഡെത്ത്. അപ്പോൾ അങ്ങനത്തെ ജനറ്റിക് ഡിസോർഡേഴ്സ് ചിലപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടും വരാം. അപ്പോൾ ആ ഒരു ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്തൊക്കെ മരുന്നാണ് പേഷ്യൻ്റ് കഴിക്കുന്നത്. എല്ലാ മരുന്നുകളും അനസ്തീഷ്യ ഡ്രഗ്സായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇൻട്രാക്ഷൻസ് എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് അനസ്തെറ്റിസ്റ്റ് പ്രയറായിട്ട് ഇന്ന മരുന്നുകളാണ് പേഷ്യൻ്റ് കഴിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അനസ്തീഷ്യ ഡ്രഗ്സിൻ്റെ ചോയ്സും അതുപോലെ അതിൻ്റെ ഡോസസിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം. അതുപോലെ തന്നെ ചില ഡ്രഗ്സ് ഉണ്ട് അനസ്തീഷ്യ സർജറിക്ക് മുമ്പ് നമുക്ക് മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട്. ഇപ്പോൾ ഹാർട്ട് ഡിസീസുള്ള മിക്ക പേഷ്യൻസ് അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന മിക്ക പേഷ്യൻസും ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ്, ആസ്പിരിൻ, ക്ലോപ്പിഡോഗൽ അങ്ങനത്തെ ഡ്രഗ്സൊക്കെ കഴിക്കാറുണ്ട്. ഇങ്ങനത്തെ ഡ്രഗ്സ് കഴിക്കുന്ന ആൾക്കാർ ഓപ്പറേഷൻ്റെ സമയത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് എക്സസീവ് ബ്ലീഡിങ്, നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ കൊടുക്കുമ്പോഴത്തേക്ക് ബ്രെയിനിലോട്ടുള്ള ബ്ലീഡിങ് ഇതെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രഗ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യണം. ഇതിനെല്ലാം സ്റ്റോപ്പ് ചെയ്യാനൊരു ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പേഷ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് ഈ ഹിസ്റ്ററി എപ്പോഴും അനസ്തെറ്റിസ്റ്റിനോട് പറയണം. അതർ തിങ് ഈസ് നമുക്ക് ചിലപ്പോൾ ചില പേഷ്യൻസ് സ്മോക്കേഴ്സ് ആയിരിക്കും, ആൽക്കഹോൾ കൺസപ്ഷൻ ഉണ്ടാവും. സ്മോക്കിംഗ് എഗെയിൻ നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്മോക്കേഴ്സിന് അനസ്തീഷ്യ എസ്പെഷ്യലി ജനറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ നമുക്ക് മോർട്ടാലിറ്റി കാണാറുണ്ട്. അത് കാരണം കൊണ്ട് എപ്പോഴും സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സർജറി അനസ്തീഷ്യക്ക് പോകുന്നത് ഏറ്റവും ബെസ്റ്റ്. അറ്റ്ലീസ്റ്റ് 48 hours ബിഫോർ അനസ്തീഷ്യ സ്മോക്കിംഗ് മസ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസപ്ഷനും. ആൽക്കഹോൾ കൺസപ്ഷൻ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ലിവറിനെ ബാധിക്കും. നമ്മൾ അനസ്തീഷ്യ കൊടുക്കുന്ന ഡ്രഗ്സ് എല്ലാം മിക്കതും ലിവറാണ് മെറ്റബോളൈസ് ചെയ്ത് കളയണം നമ്മുടെ ബോഡിയിൽ നിന്ന്. സോ ലിവർ പ്രോബ്ലം ഉള്ള പേഷ്യൻസിന് ഈ ഡ്രഗ്സ് മെറ്റബോളൈസ്ഡ് ആവില്ല. അത് കാരണം കൊണ്ട് പ്രൊലോങ്ഡ് അനസ്തീഷ്യ റിക്കവറി എന്നൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് എപ്പോഴും അനസ്തെറ്റിസ്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ബ്രീഫ്ലി ഒന്ന് നമ്മുടെ എല്ലാ ഡിസീസസ് ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ്. രണ്ടാമത് എന്തൊക്കെ മരുന്നുകളാണ് നമ്മൾ അറ്റ് പ്രസൻറ്റ് കഴിക്കുന്നത്. മൂന്നാമത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്. ആൻഡ് ഫൈനലി പേഷ്യൻറ്റിന് എപ്പോഴും ടൈപ്പ് ഓഫ് അനസ്തീഷ്യ ഏത് വേണമെന്നും അനസ്തെറ്റിസ്റ്റിനോട് പറയാം. ഞങ്ങളും എപ്പോഴും പേഷ്യൻ്റെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും എപ്പോഴും അനസ്തീഷ്യ അഡ്മിനിസ്റ്റർ ചെയ്യണത്.
സർ ഇപ്പോൾ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അനസ്തേഷ്യ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ജനറൽ അനസ്തേഷ്യ, എപ്പിഡ്യൂറൽ എന്നൊക്കെ. ഇതിൽ നമ്മൾ ഇത്രയധികം വളരെ തീവ്രമായിട്ട് അല്ലെങ്കിൽ വളരെ കെയർഫുള്ളായി ഒരു അനസ്തേഷ്യ രോഗിക്ക് കൊടുക്കുമ്പോൾ ഇതിന് എന്തെങ്കിലും ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കോംപ്ലിക്കേഷൻസ് രണ്ട് രീതിയിൽ വരാം. ഒന്നെങ്കിൽ ആ പോയിന്റിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ വരാം, ഷോർട്ട് ടേം ആയിരിക്കും അത്. അല്ലെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് മേ അറൈസ് ആഫ്റ്റർ സം ടൈം ആഫ്റ്റർ സർജറി ഓഫ് അനസ്തീഷ്യോസ്. അങ്ങനെ രണ്ട് രീതിയിലും വരാം. പക്ഷേ നമ്മൾ പഴയ കാലത്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ വളരെ സേഫായി അനസ്തീഷ്യ, ബിക്കോസ് പുതിയ ഡ്രഗ്സ് വന്ന്, പുതിയ മോണിറ്ററിങ് ഫെസിലിറ്റീസ് വന്ന്, എന്നാൽ പോലും നമ്മൾ കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട്. അനസ്തീഷ്യയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പോയിന്റ് എപ്പോഴും എല്ലാവരും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ, അനസ്തീഷ്യ ഈസ് ബേസിക്കലി ആർട്ട്, നോട്ട് എ സയൻസ്. അത് കാരണം കൊണ്ട് നമ്മൾ ഈച്ച് പേഴ്സണിന് വേണ്ടി അത് ഡിസൈൻ ചെയ്യണം. കോംപ്ലിക്കേഷൻസ് വരാമെന്ന് വെച്ചാൽ, ജനറൽ അനസ്തീഷ്യയുടെ സമയത്ത് കോംപ്ലിക്കേഷൻസ് വരാമെന്ന് വെച്ചാൽ, ഒന്ന് മരുന്നിനോടുള്ള അലർജി, അതിൻ്റെ സൈഡ് എഫക്ട്സ്. അത് കാരണം കൊണ്ട് ചിലപ്പോൾ ചില പേഷ്യൻസ് ഡിലേഡ് ആയിട്ട് റിക്കവറി ചെയ്യും. അനസ്തീഷ്യയിൽ നിന്ന് ലേറ്റായിട്ട് റിക്കവർ ചെയ്യുക. ചിലപ്പോൾ 2-3 ദിവസം ചിലപ്പോൾ നമുക്ക് വെന്റിലേറ്ററിലൊക്കെ പ്ലേസ് ചെയ്തിട്ട് വേണം. പക്ഷെ മിക്കപ്പോഴും തിരിച്ച് പേഷ്യൻറ്റിനെ നമുക്ക് കിട്ടാറുണ്ട്. ഓൺലി തിങ് ഇറ്റ് പ്രൊലോങ്സ് ദ റിക്കവറി. ബാക്കിയെല്ലാം ഇൻട്രാ ഓപ്പറേറ്റീവ് സർജറിയുടെ റിസ്ക്കും വരുന്നുണ്ട്. ബ്ലീഡിങ് വരാൻ, ചിലപ്പോൾ ചില ഇഞ്ചുറീസ് വരാം. അത് ലേറ്റർ ഓൺ ഒരു കോംപ്ലിക്കേഷനായിട്ട് അപ്പിയർ ചെയ്യാം. നമ്മൾ സ്പൈനൽ അനസ്തീഷ്യ എന്ന് വെച്ചാൽ നമ്മൾ ബാക്കിൽ കൊടുക്കണ അനസ്തീഷ്യയിൽ വേറെ പ്രോബ്ലം വരാമെന്ന് വെച്ചാൽ, ചിലവർക്ക് ഇത് എഗെയിൻ ഒരു പെർമനൻറ്റ് ബ്ലോക്കേഡിലോട്ട് പോകും. അപ്പോൾ നേരത്തെ കയ്യിലും കാലിലും എല്ലാം സ്വാധീനം ഉണ്ടായിരുന്നു, പക്ഷേ അനസ്തീഷ്യ കഴിഞ്ഞപ്പോൾ കാല് തളർന്നു പോയി, അല്ലെങ്കിൽ കാലിന് റിക്കവറി വന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് റെയറായിട്ട് സംഭവിക്കാറുണ്ട്. അത് സംഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ, ചില ഡിസീസസ് ഓഫ് ദ ബ്രെയിൻ ഉണ്ടാവും. അത് പേഷ്യൻ്റ് തന്നെ അറിയാൻ പാടില്ലായിരിക്കും ആ ഡിസീസ് ഉണ്ടെന്ന് വെച്ചാൽ. അത് ചിലപ്പോൾ ചെറിയൊരു ലക്ഷണമായിട്ടായിരിക്കും പേഷ്യൻ്റ് അത് കണ്ടേക്കുന്നത്. ചിലപ്പോൾ ചിലർക്ക് ചെറിയൊരു ഹെഡേക്ക് വരാം, ചിലർക്ക് ചെറിയതായിട്ട് കയ്യിലും കാലിലും മരവിപ്പ് വരാം. ചിലപ്പോൾ അതൊരു ഡേഞ്ചറസ് ഡിസീസിൻ്റെ തുടക്കമായിരിക്കും. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറഞ്ഞൊരു ഡിസീസ്. ഇത് നമ്മൾ അറിയില്ല, പേഷ്യൻ്റ് അറിയില്ല. അപ്പം നമ്മൾ അനസ്തീഷ്യ കൊടുക്കുമ്പോഴേക്കും ഇത് അഗ്രവേറ്റ് ചെയ്ത് വന്ന് ഇങ്ങനൊരു കോംപ്ലിക്കേഷനിലോട്ട് വരുന്നത്. മൂന്നാമത്തെ സാധാരണ കോംപ്ലിക്കേഷൻസ് വരുന്നത് പേഷ്യൻ്റെ മെഡിസിൻസ് ആയിട്ട് അനസ്തീഷ്യ ഡ്രഗ്സ് ഇൻട്രാക്ഷൻസ് വരുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലഡ് തിന്നിങ് ഏജൻറ്റ്സ് കഴിക്കുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ ചില ആയുർവേദിക് പ്രിപ്പറേഷൻസ്, ഹെർബൽ മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസും ഈ അനസ്തീഷ്യ ഡ്രഗ്സ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് ഓർഗൻ ഫെയിലിയർ വരാം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ കോംപ്ലിക്കേഷൻസ്. ബട്ട് നമ്മൾ നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ സേഫ് ആയിട്ടുണ്ട്. കോംപ്ലിക്കേഷൻസ് ആർ ലെസ് ബട്ട് നോട്ട് സീറോ. അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു സയൻസ് എന്നതിലുപരി ഒരു ആർട്ട് ഓഫ് സയൻസ് ആണെന്ന് സാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു രോഗിയുടെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു രോഗിയുടെ പെയിൻ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ആ വേദന സംഹരിക്കുന്നതിൽ, അതുപോലെ തന്നെ ഒരു പ്രസവ സമയത്ത് ഒരു പെയിൻലെസ് ആയിട്ടുള്ള ലേബറിലേക്ക് പോകാൻ അനസ്തേഷ്യയുടെ റോൾ എന്തൊക്കെയാണ്? ഇതിനോട് കൂടെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പ്രസവ സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷയുടെ സമയത്ത് അതൊക്കെ കഴിഞ്ഞുണ്ടാവുന്ന നടുവ് വേദന ഈ അനസ്തേഷ്യ മൂലമാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ കേട്ടിരുന്നു. സർ, ഇത് എത്രത്തോളം സത്യമാണ്? ഈ പെയിൻ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ പെയിൻലെസ് ലേബറിൽ ഒരു അനസ്തെറ്റിസ്റ്റിന്റെ റോൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പെയിൻ മെഡിസിൻ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റിയാണ്. കൂടുതൽ അനസ്തീഷ്യ ഡോക്ടേഴ്സാണ് പെയിൻ മെഡിസിനിലും എക്സ്പേർട്സ് ആയിട്ട്. ബിക്കോസ് അനസ്തീഷ്യയുടെ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗിവിങ് പ്രോപ്പർ പെയിൻ മാനേജ്മെൻറ്റ് ടു ദ പേഷ്യൻറ്റ്. ലേബർ അനാൽജസിയ അല്ലെങ്കിൽ ഈ പെയിൻലെസ് ലേബർ എന്ന് പറയുന്നതും ഇപ്പോൾ പുതിയതായിട്ട് എമർജ് ചെയ്ത ഒരു ടെക്നോളജിയാണ്. അതിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ എന്ന് പറയും. എപ്പിഡ്യൂറലിൽ ഞങ്ങൾ പുറകിലൊരു ചെറിയൊരു കത്തീറ്റ് നമ്മുടെ സ്പൈനൽ കോഡിൽ കടത്തിയിട്ട് അതിൽ കൂടി ലോക്കൽ അനസ്തെറ്റിക് ഡ്രഗ് കൊടുക്കും. ആ ഡ്രഗിൻ്റെ അളവ് നമ്മൾ കൺട്രോൾ ചെയ്യും. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി മദറിൻ്റെ പെയിൻ പോവും, പക്ഷേ മസിലിൻ്റെ പവർ റീറ്റെയിൻഡാണ്. അത് കാരണം കൊണ്ട് മദറിന് പുഷ് ചെയ്യാൻ പറ്റും, നോർമൽ ലേബറിലോട്ട് പോകും. പെയിൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നോർമൽ ലേബർ ആക്കിയെടുക്കാൻ ഈസിയറാണ്. മിക്കപ്പോഴും പെയിൻ സഫർ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് കുറേ കേസസിൽ സിസേറിയനിൽ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്. ഇനി ബാക്ക് പെയിൻ ഉണ്ടാകുന്ന കാര്യം വേൾഡ് വൈഡ് കുറേ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒന്നിലും അനസ്തീഷ്യ കിട്ടിയ രോഗികൾക്ക് ബാക്ക് പെയിൻ കൂടുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടില്ല.
ഇത് കുറേയും കൂടി നമ്മുടെ ഒരു മിത്താണ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റിൽ എല്ലാവർക്കും തന്നെ നടുവേദന വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും അന്ന് നമ്മുടെ ബാക്കിൽ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്യണ കാരണം കൊണ്ട് മാത്രമേ ഈ ബാക്ക് പെയിൻ വരുന്നുള്ളൂ. പിന്നെ ചിലവർക്ക് സിവിയർ ഡിസ്കിൻ്റെ പ്രോബ്ലം ഉണ്ടാവും, ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് സിവിയർ ബാക്ക് പെയിൻ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും. ആ പേഷ്യൻസിന് ശരിയാണ് അനസ്തീഷ്യ നമ്മൾ ആ പോയിന്റിൽ വെച്ച് നമ്മൾ നീഡിൽ വെച്ച് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് വേഴ്സൺ ചെയ്യാം. അങ്ങനത്തെ പേഷ്യൻസിന് സാധാരണ അങ്ങനത്തെ പേഷ്യൻസ് നമ്മളോട് ഈ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും സ്പൈനൽ അനസ്തീഷ്യ അവോയ്ഡ് ചെയ്തിട്ട് ജനറൽ അനസ്തീഷ്യ കൊടുക്കും. അപ്പോൾ ആ ഒരു പേടി എപ്പോഴും ഒരിക്കലും പേഷ്യൻസിന് മനസ്സിലുണ്ടാകരുത് അനസ്തീഷ്യ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ പിന്നെ ക്രോണിക് ആയിട്ട് വരുമെന്ന്. അനസ്തേഷ്യ എന്ന ഒരു പേരിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അനസ്തേഷ്യ എന്താണ്, എന്തൊക്കെ തരത്തിലുണ്ട്, അതെങ്ങനെയൊക്കെയാണ് ഒരു പെയിൻ മാനേജ്മെന്റിൽ രോഗിയെ സഹായിക്കുക എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഒരു ഓപ്പറേഷനും ഒരു ഡോക്ടറിനെയും നമ്മൾ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഒരു നല്ല അനസ്തേഷ്യ വിഭാഗമുള്ള ഹോസ്പിറ്റലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് സാറിൻ്റെ ഈ ചർച്ചയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിനും ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെഷനിൽ പങ്കെടുത്തതിനും ഒരുപാട് നന്ദി സർ.